വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ 99 രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ. സിൽക്ക് ഗാർഡൻ, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 232394. ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക, വെടിക്കെട്ട് ചട്ടങ്ങൾ ലഘൂകരിക്കുക, ആന എഴുന്നള്ളിപ്പ് സുഗമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുമരനെല്ലൂർ, എങ്കക്കാട്, വടക്കാഞ്ചേരി ദേശങ്ങൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധ സംഗമം വൻ വിജയമായി. ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 7 ശനിയാഴ്ച നടന്ന സംഗമത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന നീക്കങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഉത്സവം ആഘോഷിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും പാരമ്പര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ അനുവദിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. സംഗമത്തിൽ സംസാരിച്ച പ്രതിനിധികൾ ഉത്രാളിക്കാവ് പൂരം നാടിന്റെ അഭിമാനമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്വമാണെന്നും ചൂണ്ടിക്കാട്ടി. പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരെ ബോധ്യപ്പെടുത്താൻ ബഹുജന പിന്തുണ അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പൂരത്തിനെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു കൂട്ടായ്മ യഥാർത്ഥത്തിലെ ഉത്സവങ്ങൾ എത്രയോ വലിയ അളവിലുള്ള മതനിരപേക്ഷതയുടെ യോജിപ്പിന്റെ മുഖം ഉയർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്നുള്ള ഈ ഒരു കൂട്ടായ്മ. ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുതായി വന്ന കോടതിയുടെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആചാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പൂരത്തിൻ്റെ തനിമ, ഇതെല്ലാം തന്നെ ആ നിലയിൽ ശോഭ കെടുത്തുന്ന ഒന്നായി മാറും എന്ന പ്രശ്നം നമ്മുടെ സംസ്ഥാനത്താകെ വ്യത്യസ്ത നിലയിലുള്ളവർ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായം കോടതി ഇത്തരം കാര്യങ്ങളിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്സവം നടത്തിപ്പ്, ദേവസ്വം, ആചാരങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ പല ക്ലോസുകളും കാണുമ്പോൾ നമ്മുടെ ഗുരുവായൂർ ആനയോട്ടം ഉൾപ്പെടെയുള്ള നിരവധിയായ നടന്നു വരുന്ന അമ്പലത്തിൻ്റെ പുറത്ത് നടക്കുന്ന അത്തരം ചടങ്ങുകളെ ഇത് എങ്ങനെ ബാധിക്കും എന്ന ആശങ്ക ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എല്ലാ വിഭാഗത്തിൻ്റെയും യോജിപ്പോടുകൂടിയുള്ള ഈ കൂട്ടായ്മ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സിബിഷൻ പോലെ ആ നിലയിലൊക്കെ പൂര നടത്തിപ്പിൻ്റെ വ്യത്യസ്ത നിലയിൽ മറ്റെല്ലാ അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ രൂപപ്പെട്ട ഈ കൂട്ടായ്മ തീർച്ചയായും ആചാരങ്ങൾ അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് നേരത്തെ നടന്നതുപോലെ നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ചർച്ചകളിലൂടെ തീരുമാനങ്ങളിലെത്തണം. ആവശ്യമെങ്കിൽ നിയമ നിർമ്മാണത്തിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് ഇന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ആവശ്യം നമ്മുടെ പൂരങ്ങൾ വളരെ ഭംഗിയായി നടത്താൻ ഉള്ള സൗകര്യം ഒരുക്കി തരണമെന്നാണ് നമ്മുടെ പ്രധാന ആവശ്യം. അതിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ജനപ്രതിനിധികൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. അവരുടെ പ്രയത്നഫലമായിട്ട് മാത്രമേ നമുക്ക് ഇത് ഭംഗിയായി നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ പങ്കെടുത്ത് സംസാരിച്ചു. എങ്ങനെയാണോ നമ്മൾ പൂരം കഴിച്ച് ആ രീതിയിലുള്ള പൂരം 2025 കഴിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ടായിരിക്കണം ഇവിടുന്ന് നമ്മളെല്ലാവരും പിരിയേണ്ടത്. അതിനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന ഈ നിമിഷത്തിൽ പറയാനുള്ളത്. എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ പ്രമേയം അവതരിപ്പിച്ചു. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒന്നാണ് ഉത്രാളിക്കാവ് പൂരം. വസന്തകാലങ്ങളിൽ ടൂറിസ്റ്റുകൾ കണ്ടിരിക്കേണ്ട 7 ഉത്സവങ്ങളിൽ ഒന്നായി ഉത്രാളിക്കാവ് പൂരത്തെ ടൂറിസം വകുപ്പ് തിരഞ്ഞെടുക്കുകയും ധനസഹായം നൽകി വരുന്നതുമാണ്. എല്ലാ
എല്ലാ വർഷവും വിദേശീയരും സ്വദേശീയരുമായ അനേകം വിനോദസഞ്ചാരികൾ ഈ പൂരത്തിന് എത്തിച്ചേരുന്നതും അവർക്ക് വേണ്ടതായ എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയ്തു വരുന്നതുമാണ്. ഉത്സവത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് പങ്കെടുക്കുന്ന കലാകാരന്മാരുടെയും ആനകളുടെയും പെരുമ കൊണ്ടും വെടിക്കെട്ടിൻ്റെയും കാഴ്ചപ്പന്തലിൻ്റെയും ദീപാലങ്കാരങ്ങളുടെയും വർണ്ണഭംഗി കൊണ്ടും അമ്പലം സ്ഥിതി ചെയ്യുന്ന വയലുകളുടെയും മലനിരകളുടെയും ഉൾപ്പെടെയുള്ള പ്രകൃതി ഭംഗി കൊണ്ടും ടൂറിസ്റ്റുകളാൽ വളരെയധികം സ്വീകാര്യതയും ആകർഷണീയതയും നേടിയിട്ടുള്ളതാണ് ഉത്രാളിക്കാവ് പൂരം. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത്, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, വിനോദ് കണ്ടേക്കാവിൽ, BJP മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ, MR സോമനാരായണൻ, വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി സെക്രട്ടറി PN ഗോകുലൻ, നഗരസഭ ഡിവിഷൻ കൌൺസിലർ KU പ്രദീപ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി വത്സൻ ചമ്പക്കര, മാരാത്ത് വിജയൻ, ബാബു പൂക്കുന്നത്ത്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് തുടങ്ങി വിവിധ ക്ഷേത്ര കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് വരവൂർ, പാലക്കൽ, മുള്ളൂർക്കര ദേശകമ്മിറ്റി പ്രതിനിധികൾ, വെടിക്കെട്ട് പ്രതിനിധിയായി CR നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ദേശത്തിന്റെ പൂര കമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി പങ്കെടുത്ത് സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തി നടന്ന പ്രതിഷേധ സംഗമം വലിയ ജനപങ്കാളിത്തത്തോടെയാണ് സമാപിച്ചത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.